ഏട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നും പറഞ്ഞ് തെണ്ടി നടന്ന ഊള ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞു തരാനല്ല. 10ാം ക്ലാസ് മോൻ നല്ല മാർക്കോടെ ജയിച്ചപ്പോ എന്നോട് പറഞ്ഞു, വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കും. ഔട്ടെ, നിന്റെ മോനാണ്. നീ കണ്ടില്ലേ, നിനക്ക് ഇവന്റെ ഓരോ വിജയം, ഇവൻ ഇത്ര ആയത് നിന്റെ അടുത്തോട്ട് അവൻ വന്നപ്പം നിന്റെ ഇത്രയുള്ളത്. ഞങ്ങൾ രണ്ട് സെയിം പൊക്കമായിരുന്നു. ഇപ്പം നീ ഇത്രയും വലുതാക്കി, ഞാൻ നിന്റെ കഴിവാണ്. നിന്റെ മോനെ നീയാണ് ഇത്രയും വലുതാക്കി നേട്ടൻ എപ്പോഴും പറയായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ, പപ്പ, എൻ്റെ ചേച്ചി, ഹസ്ബൻഡ്, പിള്ളേർ, ഞങ്ങൾ ഇത്രയായിരുന്നു ഞങ്ങൾ സൂചേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും സൂചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് ഏട്ടൻ. എന്നോട് സംസാരിക്കും ഏട്ടൻ എപ്പോഴും മനസ്സിൽ. മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞു. പൊതുവേ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. എനിക്ക് കേൾക്കുന്നതാണോ എന്റെ മനസ്സിന്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് എപ്പോഴും സംസാരിക്കും ഏട്ടൻ. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? എന്നോട് എപ്പോഴും സംസാരിക്കും. ഏട്ടൻ പോയിട്ടില്ല ഇവിടെ വിട്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഞാൻ കരയുന്നത്, കണ്ണ് നിറയുന്നത് ഒട്ടും ഇഷ്ടമല്ല ഏട്ടന്. ആ പൊട്ടിയ ആ ഫലകവും അതുപോലെ ആ ബ്ലഡോട് കൂടി സൂചിച്ചാണ് അവസാനമായിട്ട് ശേഷിപ്പിച്ച ബ്ലഡോട് കൂടി ആ സാധനം ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ ട്രോഫി? അതിപ്പോഴും അവസാനമായിട്ട് എന്റെ ഏട്ടൻ തന്നിട്ട് പോയതാ. അതിപ്പോഴും ഉണ്ട്. വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ എന്നെ സപ്പോർട്ടാ. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സെപ്റ്റി ടാങ്ക് ആണ്. ഇരട്ടപ്പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. അതെന്നെ ഹേർട്ട് ഞാൻ ഒരുക്കിപ്പോയി. സത്യം ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞൊരു അടവും ഞാൻ കാണിക്കുന്നില്ല. ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുമല്ലേ. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നതുങ്ങളാണ്. അതായത് ഇവളമാരിമാര് എന്ത് ചെയ്തിട്ടും രേണുശ്രീ താഴുന്നുമില്ല, വീട്ടിൽ ഇരിക്കുന്നുമില്ല. ഇവളമാര് 2 കുറ്റം പറഞ്ഞിട്ട് 2 നെഗറ്റീവ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കും. അടുത്ത റീല് വന്നിരിക്കും രേണുസുധിയുടെ വേണം, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചെയ്തോളാം എന്നെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല ചേച്ചിനെ കൊണ്ട്. പിന്നെന്താ അത് വിട്ടേക്ക്. അത് ടാസ്ക് അല്ല. ഞാൻ അതാ ഇങ്ങനെ പൊത്തി വെക്കുന്നില്ല ചേച്ചി. അത് ഒന്ന് നോക്കിയാൽ മതി, കുഴപ്പമില്ല. കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി സാരമില്ല. എനിക്ക് ഇത്ര ദിവസം നിന്നല്ലോ. എനിക്കത് അങ്ങനെ പറയല്ല. രേണുസുധിയുടെ തൊലിയൊന്നും കിട്ടുമോ? ഒരു ബുള്ളറ്റ് പ്രൂഫ് അത്രയ്ക്ക് തൊലിക്കട്ടെ. ഇതെങ്ങനെ നേരിടുന്ന രേണു എന്നാ ചോദിക്കുന്നത്. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. ഇതിൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഇപ്പം. അപ്പൊ അവര് പറഞ്ഞ കുറച്ച് മസില്, കാലിനൊക്കെ മസില് കുറവാണ്. മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. ഉള്ളുവളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തായിരുന്നു. പിന്നെ വെയിറ്റ്ലെസ് ആണ് ഞാൻ. വെയിറ്റ് ഇച്ചിരി കൂട്ടണം പറഞ്ഞു. എന്താന്ന് അറിയത്തില്ല. അവര് പറയുന്ന ഫുഡൊക്കെ കഴിക്കണം. എനിക്ക് ചിക്കനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ എന്തോ പോലെ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വാങ്ങി? ഹോട്ടലിൽ നിന്നാ. അങ്ങനെ എനിക്കറിയില്ല. എന്തായാലും നമ്മള് ഹെൽത്ത് നോക്കണോന്ന് അവരെല്ലാം പറഞ്ഞു. ഇത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്.
അതിന്റെ വില 35,000 രൂപ. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടത്. 35,000 രൂപയുടെ ചെരുപ്പ്. രേണുസുതി ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ? അമ്പോ നാടൻ പട്ടിക്ക് ഷൂസാ. പഷ്ണിത്തോട് പ്രതിഭാ തിയേറ്റേഴ്സിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പത്തേന് പുറകിന്ന് പൗട്ടാന്ന് വിളിച്ചു. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? തിരിഞ്ഞു നോക്കിയപ്പോൾ സൂചേട്ടൻ. അയ്യോ സൂചേട്ടനോ? അപ്പോൾ സൂചേട്ടൻ പറഞ്ഞു, വാവുട്ട ഞാൻ മരിച്ചൊന്നുമില്ല, വണ്ടി ഇടിച്ചപ്പോഴത്തേന് എൻ്റെ തല ഇടിച്ച് എന്നെ എല്ലാവരും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ട് കുഴിച്ചിട്ടാ വാവുട്ടെ, എല്ലാവരും എന്നെ തുറിച്ച് നോക്കുന്ന എന്നാന്ന് ചോദിച്ചു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ചേട്ടൻ മരിച്ചെന്നോർത്താ എല്ലാവരും തുറിച്ച് നോക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ പോവാ? ഞാൻ സ്റ്റാർ മാജിക്കിന് പോവാ വാവുട്ടാ. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇത്രയും ദിവസം മാറി എന്നിട്ട് ഇനിയും പോവാണോ? ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഏട്ടനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം കാണാതെ പാത്ത് കൊണ്ടുപോയി. കാരണം മരിച്ചെങ്കിലും ഞങ്ങൾക്ക് സൂചിച്ചേട്ടൻ വരുവാണ്, എത്രയും ഞങ്ങൾക്ക് ആരും കാണണ്ട, ഏട്ടനെ ഞാൻ പാത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി പകുതി ആയപ്പോൾ ആള് മാഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, രേണു സൂചിച്ചേട്ടൻ മരിച്ചതാ, അത് സൂചിച്ചേട്ടനല്ല, ആത്മാവ് വന്നാന്ന് പറഞ്ഞു. രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു ആരാധന തോന്നാൻ എന്താ കാരണം? ആരാധനയാണ്. എന്താണ് തോന്നാൻ കാരണം? ചോദിച്ചിട്ടില്ല. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും രേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നേ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി. യെസ് ഐ ആം ഇൻ ദി സീ. 2-3 വയസ്സിന് ഇളയതാണ്. ഓക്കെ, UK-കാരൻ പോയെന്നാണ്. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗോ പിക്കിൾസ്. സ്ത്രീകളാണെങ്കിൽ അബോർഷനൊക്കെ ഉണ്ടാവുന്നത് അതിലിപ്പം സ്റ്റാൻഡ്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അബോർഷൻ കേസാണ്, അതൊക്കെ വരട്ടെ. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും, എന്തെങ്കിലും അവിടെ ഇവർക്കൊക്കെ എന്താ നീ പറയുന്നവർക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നം. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു, അല്ലാതെ അബോർഷൻ ആക്കുന്ന അത് ഞാനത് പ്രത്യേകം എടുത്ത് പറയാം. ആ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ആ രീതിയിലാണ് എടുക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അബോർഷൻ കേസാണ്, അതൊക്കെ വരട്ടെ. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും, എന്തെങ്കിലും ഇവർക്കൊക്കെ എന്താ നീ പറയുന്നവർക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നം. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. സ്ത്രീകളാണോ ഒരു പെണ്ണാണ് അമ്മയാവും അല്ലേ, പ്രഗ്നന്റ് ആവും അമ്മയാവും, അത് ഇത്ര വലിയ സംഭവം ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു. വളച്ചൊടിച്ചിട്ട് അവര് അവരുടെ റീച്ച് കൂട്ടട്ടെ. എനിക്കെന്താ, എന്നെ സംബന്ധിച്ച് അതൊന്നും ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവളാണ് ഈ KK ജോസഫ്. അതുകൊണ്ട് ഇതല്ല, ഇതൊക്കെ മേലെ തലേ വന്ന് വീണാൽ പോലും ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ പോയാൽ നമുക്കുള്ളത് റൂമിൽ കിട്ടും അല്ലേ, കഴിക്കാൻ പറഞ്ഞാൽ മതി. നമുക്ക് സെലിബ്രേറ്റ് ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവിടെ നിന്ന് കഴിക്കേണ്ട കാര്യമില്ല. റൂമിൽ നമുക്ക് വേണമെങ്കിലും റൂമിൽ കൊണ്ടുപോകും. എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു? ഇല്ല, എല്ലാ ദിവസവും കഴിക്കത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു, ഉള്ള കാര്യം പറയാനില്ലായിരുന്നു. അങ്ങനെ ഒരു മൂടൊന്നും ഇല്ല, എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കത്തില്ല. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, പിടിക്കല്ലേ? അതിരിക്കട്ടെ, ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ
മറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി നാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി